നമസ്കാരം. ഞാൻ ഇന്ന് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ദേഷ്യം വരും. അതുപോലെയുള്ളൊരു വീഡിയോ ആണ് ഇത്. പത്തനംതിട്ട അടൂർ പറക്കോട് വെച്ചിട്ടുണ്ടായ ഒരു സംഭവത്തിന്റെ ന്യൂസാണ്. അവിടെ ഒരു ക്ലബിന്റെ വാർഷിക പരിപാടിക്ക് ഗാനമേളയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഗാനമേള ട്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പാടിക്കൊണ്ടിരുന്ന സമയത്ത് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി അവരോട് ചെന്ന് ഒരു പാട്ട് പാടാൻ അവസരം തരുമോ എന്ന് ചോദിച്ചു. സ്റ്റേജിൽ കയറി പാടാനുള്ള ആഗ്രഹത്താലായിരിക്കാം. അപ്പോൾ ആ ഗാനമേള ട്രൂപ്പിലുള്ള ആൾക്കാർ പറഞ്ഞു, സംഘാടകരോട് ചോദിച്ച് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സമ്മതിക്കാമെന്ന് പറഞ്ഞു. സംഘാടകരോട് ആ പെൺകുട്ടി പോയി അനുവാദം ചോദിക്കുന്നു. സംഘാടകർ വന്ന് ഗാനമേളക്കാരോട് പറഞ്ഞു പെൺകുട്ടിക്ക് അവസരം കൊടുത്തോളാൻ. അങ്ങനെ ആ പെൺകുട്ടി സ്റ്റേജിൽ കയറി പാടിക്കഴിഞ്ഞപ്പോഴേക്കും മുണ്ടും മടക്കി കുത്തി അവിടെ ഇരുന്ന ഒരാൾ സ്റ്റേജിലേക്ക് കയറി വന്ന് ആ പെൺകുട്ടിയെയും അപമാനിച്ച് ആ ഗാനമേള ട്രൂപ്പുകാരെയും അപമാനിച്ച് ആകെ അലങ്കോലമാക്കി. ഏതായാലും ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. ഞങ്ങൾ കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് സോമ ചേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാട്ട് കൊടുത്തത്. പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത്. ആ അതെ. ആ ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു കുട്ടിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു നമ്മളാണ് ക്ഷമിക്കുക. അതിന്റെ ഞങ്ങൾ മാറ്റി ഉണ്ടെങ്കിൽ അത് ഇവിടെ നടത്തണ്ട കേട്ടോ. ചേട്ടാ പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ നിന്ന് പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് പറയും. കുട്ടി ഉള്ളായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. പിന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ നമ്മളൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു. ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയില്ല. ഇതേ കുട്ടി മോടെ പേരെന്തോ? ഗായത്രി. വീട്ടുപേരെന്തോ? വീട്ടുപേരെന്തോ? എവിടെ? ആ ഓക്കെ, ശരി ഓക്കെ. എവിടെ? ചെരുവിള പുത്തൻമേട്ടില്. ക്ലബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ആർക്കൊന്നുമില്ലെന്ന സാറേ ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാം. കഷ്ടം തന്നെ. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ ദൈവമേ. മര്യാദയും അഭിമാനവും ഉള്ള ഒരു മനുഷ്യനും ഈ പരിപാടി കാണിക്കത്തില്ല. ഒരു പെൺകുട്ടി സ്റ്റേജിൽ നിന്ന് പാട്ട് പാടി, ആ പാട്ട് ആസ്വദിക്കുക. അത് മാത്രമല്ല, അത്രയും ആൾക്കാർ കൂടിയിരിക്കുന്ന ഒരു വേദിയിൽ യാതൊരു രീതിയിലുള്ള മടിയും കൂടാതെ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുവാണ്. ഒരു സ്റ്റേജ് ഫിയറും ആ കുട്ടിക്കില്ല. വളരെ അഭിമാനത്തോടു കൂടി അങ്ങോട്ട് ചെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ട് ഒരു പാട്ട് പാടിയ പെൺകുട്ടിയെ അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ആ പെൺകുട്ടി ആരും ആയിക്കോട്ടെ, ഏത് നാട്ടുകാരി ആയിക്കോട്ടെ, ഏത് വീട്ടിലുള്ളതായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഏത് വിശ്വാസം പുലർത്തുന്ന പെൺകുട്ടി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ പെൺകുട്ടിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയാണ് മര്യാദയുള്ള ആൾക്കാർ ചെയ്യുക. അതിന് പകരം ആ സ്റ്റേജിലേക്ക് കയറി ചെന്ന് ഈ രീതിയിൽ ഒരു ഷോ ഓഫ് നടത്തുകയാണ്. ഇല്ല, സിനിമയിലൊക്കെ വലിയ നായകന്മാരൊക്കെ മുണ്ടും മടക്കി കുത്തി വരില്ലേ, അതുപോലെ ഏതോ വലിയ നായക പരിവേഷം സ്വന്തമായിട്ടങ്ങ് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ പുള്ളിയെ ആൾക്കാർ കൂവിയാണ് വെള്ളിലോട്ട് ഇറക്കിയത്. നാണം കെട്ടുപോയി. ഒരു മര്യാദയില്ലാത്ത പ്രവർത്തികളാണ് പല ആൾക്കാരും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഈ കഴിവെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. പാട്ട് പാടാനുള്ള കഴിവ്, നല്ല രീതിയിൽ ശ്രുതി ചേർത്ത് പാട്ട് പാടുക എന്ന് പറയുന്നത്, ആ കഴിവ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. ദൈവം കൊടുക്കുന്നതാണ്, ദൈവം അനുഗ്രഹിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ കഴിവുള്ള കലാകാരന്മാരെ എവിടെയാണെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ സംഘാടകർ അതിന് അനുമതി കൊടുത്തു. ക്ലബിന്റെ മെമ്പർ ആണെന്ന് തോന്നുന്നു, അറിയില്ല, കൃത്യമായിട്ട് വിവരങ്ങളില്ല. ക്ലബിന്റെ മെമ്പർ ആയിരിക്കാം. അയാൾക്ക് അത് അങ്ങോട്ട് പിടിച്ചില്ല. ഒരു പെൺകുട്ടി കയറി പാടുന്നത് കണ്ടിട്ട് അയാൾക്ക് പിടിച്ചില്ല. അയാൾ അവിടേക്ക് കയറി പ്രശ്നമുണ്ടാക്കി, വഴക്കുണ്ടാക്കി, അവസാനം മൊത്തം കലുഷിതമാക്കി. നല്ലതുപോലെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം, ഗാനമേള കേട്ടുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഇടയിൽ കയറി പ്രശ്നമുണ്ടാക്കി. അപ്പൊ ഇത്തരം വിവരമില്ലാത്തവന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ശരിക്കും അങ്ങനെ ആദ്യമേ ആ സ്റ്റേജിൽ കയറിയപ്പോഴേക്കും ആരെങ്കിലും ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ഇപ്പൊ ആ ക്ലബും നാണം കെട്ടു, ആ നാട്ടിലുള്ള ആൾക്കാരും നാണം കെട്ടു. ആകെ ആ വീഡിയോ ഫുള്ളായിട്ട് വൈറലായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് പറയുന്നത്. കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേദി ഒരുക്കി കൊടുക്കുക. ഒരു പെൺകുട്ടി, ആ കുട്ടിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക. പകരം ആ പെൺകുട്ടിയെ അപമാനിച്ച് ഇറക്കി വിട്ടു.
ഒരു ഫിയറും കൂടാതെ യാതൊരു രീതിയിലുള്ള മടിയും കൂടാതെയാണ് ആ പെൺകുട്ടി അവിടേക്ക് ചെന്ന് കയറി പാടുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിൽ അത് എന്നും ഇങ്ങനെ കിടക്കും, ഒരു നെഗറ്റീവായിട്ട് കിടക്കും, ഒരു വിഷമമായിട്ട് കിടക്കും. നാളെ ഒരുപക്ഷെ ഇതുപോലെ മടി കൂടാതെ ഒരു സ്റ്റേജിൽ കയറി പാടാൻ പോലും പറ്റാത്ത വിധം ഈ ഒരു കാര്യം ആ പെൺകുട്ടിയെ ബാധിച്ചെന്ന് വരും. കാരണം ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഒരു മടിയും കൂടാതെ സ്റ്റേജിൽ കയറി നിന്ന് പാടി ആ പെൺകുട്ടിയെ അപമാനിച്ചിറക്കി വിടാൻ വേണ്ടിയിട്ട് എങ്ങനെ തോന്നി, എങ്ങനെ മനസ്സ് വന്നു ഇവർക്കൊക്കെ? ഇയാളെ കൊണ്ട് പറ്റുമോ 4 വരി പാട്ട് അതുപോലെ വന്നിന്ന് പാടാൻ? ഇതുപോലെ സ്റ്റേജിൽ കയറി വിവരദോഷം വിളിച്ചു പറയാനല്ലാതെ ഇതുപോലെയുള്ള ആൾക്കാർക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതാണ് പറയുന്നത്, കഴിവ് എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും അങ്ങനത്തെ കഴിവ് കിട്ടില്ല. ഇപ്പോൾ ഡാൻസ് കളിക്കാനുള്ള കഴിവായിക്കോട്ടെ, പാട്ട് പാടാനുള്ള കഴിവായിക്കോട്ടെ, മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള കഴിവായിക്കോട്ടെ, അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പോൾ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് കഴിവുള്ള കലാകാരന്മാരെ നമ്മൾ അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേദി ഒരുക്കി കൊടുക്കുക, അവരുടെ മനസ്സിന് ഇതുപോലെ മുറിവേൽപ്പിക്കാതെ ഇരിക്കുക, അപമാനിക്കാതെ ഇരിക്കുക. അതൊക്കെ ഒരു സാമാന്യ മര്യാദയാണ്. ഇതുപോലെ വിവരദോഷമൊന്നും ആരും കാണിക്കാതിരിക്കുക.